തന്റെ കുമ്പസാരക്കാരനും ആത്മീയ നിയന്താതാവുമായ ബഹുമാനപ്പെട്ട ജോൺ മേനാച്ചേരി പിതാവിനോട് ഏവുപ്രാസ്യ തന്റെ അനുഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. നേരിട്ടു പറയാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ അവയെല്ലാം എഴുതി അറിയിക്കണമെന്ന് പിതാവ് നിർദ്ദേശിച്ചിരുന്നു. അത്തരത്തിൽ എഴുതിയ 80ഓളം കത്തുകൾ ആ നല്ല പിതാവ് ഒരു നിധി പോലെ സൂക്ഷിച്ചുവെച്ചു. ഈ കത്തുകളിലൂടെയും ഏവുപ്രാസിയോടൊപ്പം ഇടപഴകിയ സിസ്റ്റേഴ്സിന്റെയും ആത്മായ സുഹൃത്തുക്കളുടെയും വിവരണങ്ങളിലൂടെയും ഈ പുണ്യജീവിതത്തിലെ അനേകം ധന്യമുഹൂർത്തങ്ങൾ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, കുറച്ചു ദിവസമായിട്ട് സ്നേഹപിതാവിനൊരു കത്ത് എഴുതണമെന്ന് വിചാരിക്കുന്നു. പിതാവ് ഇവിടെ വന്നു പോയതിൽ പിന്നെ അങ്ങയുടെ സുഖവിവരം അറിയാൻ കഴിയാത്തതുകൊണ്ട് ഒന്ന് അറിയിക്കണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ ആരോഗ്യം സൂക്ഷിക്കണമേ. പിതാവിന് അസുഖം കൂടിയാൽ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് ആരുണ്ടാകുമെന്ന് ഓർക്കണമേ. സ്നേഹ അപ്പനു വേണ്ടി എൻ്റെ അയോഗ്യ അപേക്ഷകളിൽ ദിനം പ്രതി അപേക്ഷിക്കുന്നുണ്ട്. ഇതല്ലാതെ ഈ അയോഗ്യദാസിയാൽ എന്ത് ചെയ്യാൻ കഴിയും? പിതാവിനെ കാണുമ്പോഴും ഗുണദോഷം കേൾക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിന് വളരെ ആശ്വാസവും സന്തോഷവും അനുഭവപ്പെടുന്നു. ഞാൻ മുൻപ് അറിയിച്ചിട്ടുള്ള ദുഷ്ടവിചാരങ്ങൾ ശക്തിയായി കാണുന്നുണ്ട്. എല്ലാം കൊണ്ടും വളരെ വ്യസനത്തിലാണ്. വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ മാത്രം എൻ്റെ മനസ്സിന് അല്പം ആശ്വാസമുണ്ടാകുന്നു. ഞാൻ വേഗം പരിശുദ്ധ അമ്മയുടെ കാൽപാദത്തിങ്കൽ മുട്ടുകുത്തി എല്ലാ സങ്കടങ്ങളും അറിയിക്കും. ഈശോയുടെ തിരുഹൃദയത്തോടും ഇപ്രകാരം തന്നെ അറിയിച്ച് ആശ്വാസം പ്രാപിക്കും. ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു വരുന്നു. അങ്ങയുടെ ദിവ്യപൂജയിലും തീഷ്ണതയുള്ള ജപധ്യാനങ്ങളിലും ഈ അയോഗ്യ മകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. എൻ്റെ മനസ്സ് എൻ്റെ പിടിയിൽ നിൽക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാം ദൈവ തിരുമനസ് അല്ലേ പിതാവേ? ദൈവസ്നേഹമുള്ള ഒരു ഹൃദയം പിതാവ് എനിക്ക് അപേക്ഷിച്ച് വാങ്ങിത്തരണമേ. പിതാവിൻ്റെ മക്കളിൽ വെച്ച് ഞാൻ ഒരുവൾ മാത്രം ഇത്ര മോശമായ മന്ദജീവിതം കഴിച്ച് നടക്കാൻ പിതാവ് സമ്മതിക്കല്ലേ. ഏതുവിധമെങ്കിലും ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, ഇപ്പോൾ ഇപ്രകാരമാണെങ്കിൽ എൻ്റെ മരണസമയത്ത് എന്താകും? നല്ല ധൈര്യവും ജ്ഞാനശക്തിയും എനിക്ക് ഉണ്ടാകുന്നതിനു വേണ്ടി സ്നേഹപിതാവ് പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ ഗുണദോഷം കൊണ്ടും അപേക്ഷ കൊണ്ടും എന്നെ ശക്തിപ്പെടുത്തണമേ. പിതാവേ, അങ്ങയുടെ ഗുണദോഷ മറുപടിയും പിതാവിനടുത്ത ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവിൻ്റെ അപേക്ഷയ്ക്ക് എൻ്റെ ആത്മാവിനെ മുഴുവൻ സമർപ്പിച്ചു നിർത്തുന്നു എന്ന് അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏവുപ്രാസ്യ.